ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു സിമ്പിൾ വെജിറ്റേറിയൻ ഊണാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചോറും തോരൻ, ഇഞ്ചി തൈര്, പിന്നെ സാമ്പാർ, അതിൻ്റെ കൂടെ ഒരു പിക്കിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് ഹീറ്റർ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കാം ഇത് വേകാനായിട്ട്. അപ്പോൾ ഒരു വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് തുമരയൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം എണ്ണയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിൽ വെക്കുന്നതായിരിക്കും എളുപ്പം. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അരി വേഗം വെച്ചിട്ട് കുറച്ച് സമയമായി. ഇപ്പോൾ ഇതിൽ ഒരു വിസിൽ വന്നു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കുക്കർ മാറ്റി വെക്കാം. ഇതിനി ഒരു 3/4 മണിക്കൂറോളം ഇങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറികളൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുറച്ച് ചേന, ഒരു തക്കാളി, ഒരു സവാള, ഒരു കഷ്ണം വെള്ളരിക്ക, കുറച്ച് ബീൻസ്, 2 പച്ചമുളക്, ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുക. ഇനി ഇതുപോലെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ഒന്ന് കുതിരാനായിട്ട് വെക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പരിപ്പ് വെന്തൊന്നും നോക്കിയായിരുന്നു, പക്ഷേ പരിപ്പ് വെന്തിട്ടില്ല. അപ്പോൾ പരിപ്പ് വേകുന്നവരെ നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് ബീൻസ് ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊരു തോരൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ചെറുതായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ സവാളയും 2 പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ തോരന് വേണ്ട ബീൻസും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. നമുക്കിനി പരിപ്പ് എന്തായെന്ന് നോക്കാം. പരിപ്പ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് കുക്കർ ഉണ്ടെങ്കിൽ ഈ പരിപ്പും കഷ്ണങ്ങളും ഒന്നിച്ച് തന്നെ നമുക്കിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. 2-3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കുറച്ച് തേങ്ങയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതുപോലെ എല്ലാം കൂടി പാത്രത്തിൻ്റെ സെൻറ്ററിലേക്കൊന്ന് തത്തിപ്പുത്തി വെക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. വേകുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി തൈര് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളകും പിന്നെ ഒരു സവാള, അത് കടുക് വറുക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 യോഗട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ കടുകും കൂടി വറുത്തിട്ടാൽ മാത്രം മതിയാകും. കണ്ടില്ലേ, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇഞ്ചി തൈര്. അപ്പം നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി സാമ്പാർ കഷ്ണങ്ങൾ വെന്തോന്ന് വെക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച പുളി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ബീൻസ് തോരൻ എന്തായി നോക്കാം. കണ്ടില്ലേ, ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് തുറന്ന് വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി സാമ്പാറിനും ഇഞ്ചി തൈരിനും കടുക് വറുക്കണം. അപ്പോൾ നമ്മളിത് ഒന്നിച്ചാണ് കടുക് വറുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള മസാലകൾ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, പിന്നെ 1 ടീസ്പൂണോളം കായപ്പൊടി, ഇത്രയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ബാക്കിയുള്ളതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മസാലകളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പം മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാനിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ബാക്കിയുള്ള മസാലകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമ്മുടെ സാമ്പാർ എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഊറ്റിയെടുക്കാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയിരിക്കുകയാണ്. ബീൻസ് തോരൻ, സാമ്പാർ, ഇഞ്ചിത്തൈര്, പിന്നെ ഒരു പിക്കിളുണ്ട്, അതുകൂടാതെ ചോറ്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക് യു.